KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ കേരള മലബാർ ഇസ്ലാമിക് റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. SMA സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന എക്സലൻഷ്യ 2013 സംസ്ഥാന ക്യാമ്പ് നാളെ തുടങ്ങും. ഈ വർഷത്തെ ഹജ്ജ് റിസർവ് കാറ്റഗറിയിലെ അപേക്ഷ സ്വീകരിക്കാൻ കരിപ്പൂരിൽ പ്രത്യേക കൗണ്ടർ. ഹജ്ജ് അപേക്ഷാ ഫോറത്തിൽ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പുതുതായി ഏർപ്പെടുത്തിയ നിബന്ധനകൾ അപേക്ഷകർക്ക് പീഡനമാവുന്നു. കുന്നുകര സംവാദം മുജാഹിദ് സക്കരിയ ഗ്രൂപ്പ് ഒഴിഞ്ഞുമാറി. ഇറ്റാലിയൻ കമ്പനിയായ അഗസ്റ്റ വെസ്റ്റ്ലാൻഡുമായുള്ള VVIP ഹെലികോപ്റ്റർ കരാർ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചു. സഹകരണ ഭേദഗതി നിയമം നിയമസഭ പാസാക്കി. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോൺഗ്രസ് അവഗണനയിൽ പ്രതിഷേധിച്ച് CMP സംസ്ഥാന സമിതി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കത്തയച്ചു. ഷുക്കൂർ വധക്കേസിൽ നിർണായകരായ 2 സാക്ഷികൾ കൂറുമാറി. വാർത്തകൾ വിശദമായി. കണ്ണൂരിലെ മുസ്ലിം ലീഗ് പ്രവർത്തകൻ ഷുക്കൂർ വധക്കേസിൽ നിർണായകരായ 2 സാക്ഷികൾ കൂറുമാറി. ഗൂഢാലോചനക്ക് ദൃസാക്ഷികളാണെന്ന് മൊഴി നൽകിയ തളിപ്പറമ്പ് സ്വദേശികളായി PP അബു, മുഹമ്മദ് സാബിർ എന്നിവരാണ് തലശ്ശേരി മുൻസിഫ് കോടതി മുമ്പാകെ മൊഴികൾ തിരുത്തിയത്. സംഭവത്തിൽ പ്രതികളായ P ജയരാജനും TV രാജേഷും തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ വെച്ച് ഗൂഢാലോചന നടത്തുന്നത് കേട്ടുവെന്നാണ് സാക്ഷികൾ മൊഴി നൽകിയിരുന്നത്. എന്നാൽ ഗൂഢാലോചന നടക്കുമ്പോൾ തങ്ങൾ ആശുപത്രിയിൽ ഇല്ലായിരുന്നുവെന്നാണ് ഇവരുടെ പുതിയ മൊഴി. ഗൂഢാലോചന നടക്കുന്നത് നേരിട്ട് കണ്ടില്ലെന്നും ഇവർ കോടതിയിൽ പറഞ്ഞു. ഷുക്കൂറിനെ വധിക്കാൻ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ഗൂഢാലോചന നടത്തിയതിന് സാക്ഷികളാണെന്നായിരുന്നു ഇരുവരും ആദ്യം നൽകിയ മൊഴി. സഹകരണ ഭേദഗതി നിയമം നിയമസഭ പാസാക്കി. പ്രതിപക്ഷം ബിൽ വലിച്ചുകീറി പ്രതിഷേധിച്ചുകൊണ്ട് നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. പുതിയ നിയമം ജനാധിപത്യ ധ്വംസനമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ ജനാധിപത്യത്തെ പ്രതിപക്ഷം അപഹാസ്യമാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. 6.5 മണിക്കൂറിലധികം നീണ്ട ചർച്ചയ്ക്കും 400-ലധികം ഭേദഗതി നിർദ്ദേശങ്ങൾക്കും ശേഷമാണ് സഹകരണ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയത്. ചർച്ചയുടെ തുടക്കത്തിലും അവസാനത്തിലും ബിൽ കീറിയെറിഞ്ഞുകൊണ്ട് പ്രതിപക്ഷം എതിർപ്പ് പ്രകടിപ്പിച്ചു. 97-ാം ഭരണഘടനാ ഭേദഗതിയും ബാങ്കിംഗ് റെഗുലേഷൻ നിയമവും അനുശാസിക്കുന്നതിനാലാണ് താൽപര്യമില്ലെങ്കിലും തിരക്കിട്ട് നിയമ ഭേദഗതി കൊണ്ടുവരുന്നതെന്ന് സഹകരണ മന്ത്രി CN ബാലകൃഷ്ണൻ പറഞ്ഞു. സഹകരണ മേഖലയിൽ അവശേഷിക്കുന്ന ജനാധിപത്യം തകർക്കപ്പെടുകയാണെന്നും ഈ രംഗത്തേക്ക് കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം ഉണ്ടാകുമെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ജനാധിപത്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ അപഹാസ്യമാക്കുന്ന വിധമാണ് പ്രതിപക്ഷത്തിന്റെ പെരുമാറ്റമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. പുതിയ നിയമം നിലവിൽ വരുന്നതോടെ സഹകരണ മേഖലയിൽ സർക്കാരിന്റെ നിയന്ത്രണം കുറയുകയും റിസർവ് ബാങ്കിന്റെ നിയന്ത്രണം വർദ്ധിക്കുകയും ചെയ്യും. ഓഡിറ്റിംഗിനും തിരഞ്ഞെടുപ്പിനുമായി പ്രത്യേക സംവിധാനം നിലവിൽ വരും. സഹകരണ മേഖലയെ കൂടുതൽ പ്രൊഫഷണലാക്കുക, ജനാധിപത്യവൽക്കരിക്കുക എന്നീ ഉദ്ദേശങ്ങളോടെയാണ് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. കോൺഗ്രസ് അവഗണനയിൽ പ്രതിഷേധിച്ച് CMP സംസ്ഥാന സമിതി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കത്തയച്ചു. കണ്ണൂരിൽ നടന്ന CMP സംസ്ഥാന സമിതി യോഗത്തിൽ UDFനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ബോർഡ് കോർപ്പറേഷൻ വിഭജനത്തിൽ തുടങ്ങിയ അവഗണന ഇപ്പോഴും CMPയോട് കോൺഗ്രസ് തുടരുകയാണ്. CMPക്ക് അവകാശപ്പെട്ടതെടുത്ത് രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഗ്രൂപ്പ് പ്രശ്നം പരിഹരിക്കുകയാണെന്നും സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിലും CMPയെ അവഗണിച്ചെന്നും സംസ്ഥാന സമിതി നേതാക്കൾ കുറ്റപ്പെടുത്തി. മുന്നണിയിലെ അവഗണന ദേശീയ നേതൃത്വത്തെ അറിയിക്കണമെന്ന യോഗത്തിൽ ആവശ്യമുയർന്നു. സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ വേണമെങ്കിൽ എടുത്തോ എന്ന നിലപാടായിരുന്നു കോൺഗ്രസിന്. കൊല്ലം വേണമെന്ന ആവശ്യം ചർച്ച ചെയ്യാൻ പോലും തയ്യാറായില്ല. പരിയാരം ഭരണസമിതി പിരിച്ചുവിടുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാത്ത കോൺഗ്രസിന്റെ കൂടെ നിൽക്കണോ എന്ന കാര്യം ആലോചിക്കുമെന്ന് MV രാഘവൻ പറഞ്ഞു.
മുന്നണിയിലെ അവഗണനയ്ക്കെതിരെ PB അംഗം KR അരവിന്ദാക്ഷനാണ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും രേഖാമൂലം പരാതി നൽകിയത്. കോൺഗ്രസിന്റെ ആവശ്യം കഴിഞ്ഞ മിച്ചമുള്ളത് തരാം എന്ന നിലപാട് അംഗീകരിക്കാനാകില്ലെന്നും ഹൈക്കമാൻഡിന് അയച്ച കത്തിൽ പരാതിപ്പെടുന്നു. വരുന്ന UDF യോഗങ്ങളിലും ശക്തമായ പ്രതിഷേധമുന്നയിക്കാനാണ് സംസ്ഥാന സമിതിയുടെ തീരുമാനം. രാജ്യസഭാ ഉപാധ്യക്ഷൻ PJ കുര്യൻ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. സോണിയയുടെ 10 ജംപത് നഗറിലുള്ള വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. സൂര്യനെല്ലിക്കേസിൽ ആരോപണ വിധേയനായ കുര്യൻ തന്റെ നിലപാട് വ്യക്തമാക്കാനായി കഴിഞ്ഞ ഒരാഴ്ചയായി സോണിയയെ കാണാൻ ശ്രമിക്കുന്നു. സൂര്യനെല്ലിക്കേസിൽ തന്റെ നിരപരാധിത്വം ബോധിപ്പിച്ചുകൊണ്ട് നേരത്തെ സോണിയയ്ക്കും ഉപരാഷ്ട്രപതി ഹാമിദ് അൻസാരിക്കും കുര്യൻ കത്തയച്ചിരുന്നു. കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ കുര്യൻ വെളിപ്പെടുത്തിയിട്ടില്ല. BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കുര്യന്റെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. കേരളത്തിലും കുര്യന്റെ രാജി ആവശ്യപ്പെട്ട് പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. ഇറ്റാലിയൻ കമ്പനിയായ അഗസ്റ്റ വെസ്റ്റ്ലാൻഡുമായുള്ള VVIP ഹെലികോപ്റ്റർ കരാർ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചു. ഹെലികോപ്റ്റർ ഇടപാടിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായ പശ്ചാത്തലത്തിലാണ് നടപടി. CBIക്ക് പുറമെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റും ഇടപാടിനെക്കുറിച്ച് അന്വേഷണം നടത്തും. AK ആന്റണി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. 3700 കോടി രൂപയുടെ VVIP ഹെലികോപ്റ്റർ ഇടപാടിൽ ക്രമക്കേട് നടന്നുവെന്ന് ഇറ്റാലിയൻ സർക്കാർ നടത്തിയ അന്വേഷണത്തിലാണ് വ്യക്തമായത്. ഇതേ തുടർന്ന് ഹെലികോപ്റ്റർ നൽകുന്നതിനുള്ള കരാർ ലഭിച്ച അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ മാതൃസ്ഥാപനമായ ഫിൻകേമിക്ക ചെയർമാനെ ഇറ്റാലിയൻ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇന്ത്യയിലെ മുൻ വ്യോമസേന മേധാവി ഉൾപ്പെടെയുള്ളവർക്ക് കരാർ ലഭിക്കാൻ കോഴ നൽകിയെന്ന് ഇറ്റാലിയൻ അന്വേഷണ റിപ്പോർട്ട് പറയുന്നു. ഈ സാഹചര്യത്തിലാണ് ഇടപാട് മരവിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. അഴിമതി നടന്നുവെന്ന് തെളിഞ്ഞാൽ ഇടപാട് റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതിരോധ മന്ത്രി AK ആന്റണി വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് കടലുണ്ടിക്കടുത്ത് പ്രബോധിനിയിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബസ്സിന് തീപിടിച്ച് മരിച്ച ബൈക്ക് യാത്രക്കാരനെ തിരിച്ചറിഞ്ഞില്ല. ബൈക്കിന്റെ നമ്പർ വ്യാജമാണെന്നും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. ടൂറിസ്റ്റ് ബസ് ബൈക്കുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച ബൈക്ക് യാത്രക്കാരനിൽ നിന്ന് 3 പേഴ്സ്, 18 സിം കാർഡ്, 7 മെമ്മറി കാർഡുകൾ എന്നിവ കണ്ടെടുത്തു. കത്തിനശിച്ച ബൈക്കിന്റെ നമ്പർ വ്യാജമാണ്. പെരിന്തൽമണ്ണ സ്വദേശി ഇപ്പോൾ ഉപയോഗിക്കുന്ന ബൈക്കിന്റെ നമ്പറാണ് ഇതിലുള്ളത്. മരിച്ച ആളിൽ നിന്ന് തിരൂരങ്ങാടി സ്വദേശിയുടെ തിരിച്ചറിയൽ കാർഡ് കിട്ടിയിരുന്നു. എന്നാൽ ഈ പേരിലുള്ള ആൾക്ക് തിരിച്ചറിയൽ കാർഡ് നഷ്ടപ്പെട്ടിട്ടില്ലെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇന്നലെ ഉച്ചയ്ക്ക് 2:30യോടെയായിരുന്നു അപകടം. വിവാഹ സൽക്കാരം കഴിഞ്ഞ് മടങ്ങിയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിന്റെ പെട്രോൾ ടാങ്ക് തകർന്ന് തീ പടർന്നു. 2 വാഹനങ്ങളും കത്താൻ തുടങ്ങിയതോടെ ഓടിക്കൂടിയ നാട്ടുകാരും ബസ് ജീവനക്കാരും ചേർന്ന് ബസ്സിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തി. ബസ് യാത്രക്കാർക്ക് കാര്യമായ പരിക്കുകളിൽ. കുണ്ടിൽ വിജയൻ എന്ന് പറയും, അയാളെ മകളെ കല്യാണത്തിന് വിരുന്ന് വന്ന യാത്രക്കാരായിട്ട് തിരിച്ചു പോകുന്ന ബസ്സാണ്. ആ ബസ്സിന്റെ മുന്നിൽ കയറി ഇടിച്ചതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും വണ്ടി സ്കിഡ് ചെയ്തു, ആള് വീണു, ആളെ മേലെ കൂടെ വീല് കയറിപ്പോയി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അനുമാനിക്കണേ. ആ വണ്ടീന്റെ സ്കിങ്ങിലുണ്ടായ സ്പാർക്കിംഗ് ആണ് ഈ തീ കത്താൻ ഒരു കാരണമായിട്ട് നമ്മൾ കാണുന്നത്. 48 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. മീഞ്ചന്ത വാടഞ്ചേരി ബീലന്റെ മകൻ ഷിജുവിന്റെ വധുഗ്രഹത്തിൽ വിവാഹ സൽക്കാരം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു ഇവർ. മീഞ്ചന്തയിൽ നിന്ന് 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. റിസർവ് കാറ്റഗറിയിലെ ഹജ്ജ് അപേക്ഷകർ അപേക്ഷ നേരിട്ട് കരിപ്പുറ ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ എത്തിക്കുന്നതിനാൽ ഈ വിഭാഗത്തിലെ അപേക്ഷ സ്വീകരിക്കുന്നതിന് പ്രത്യേക കൌണ്ടർ ഏർപ്പെടുത്തി. അപേക്ഷയോടൊപ്പം പാസ്പോർട്ട് കൂടി ഉണ്ടായിരിക്കണമെന്ന നിബന്ധനയാണ് അപേക്ഷ നേരിട്ടെത്തിക്കുന്നതിന് അപേക്ഷകരെ പ്രേരിപ്പിക്കുന്നത്. അപേക്ഷ തപാലിൽ അയച്ചാൽ പാസ്പോർട്ട് നഷ്ടപ്പെടുമെന്ന ആശങ്കയാണ് കാരണം. റിസർവ് കാറ്റഗറിയിലെ 450-ലധികം അപേക്ഷകൾ ഇന്നലെ ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ ലഭിച്ചു. അതേസമയം ജനറൽ കാറ്റഗറിയിലെ അപേക്ഷകൾ യാതൊരു കാരണവശാലും നേരിട്ട് സ്വീകരിക്കുന്നതല്ലെന്ന് ഹജ്ജ് കമ്മിറ്റി ഓഫീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഈ വർഷത്തെ ഹജ്ജ് അപേക്ഷാ ഫോറത്തിൽ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പുതുതായി ഏർപ്പെടുത്തിയ നിബന്ധനകൾ അപേക്ഷകർക്ക് പീഡനമായി. ജീവിതത്തിലൊരിക്കലും ഹജ്ജ് ചെയ്തിട്ടില്ലെന്ന് സ്റ്റാമ്പ് പേപ്പറിൽ നോട്ടറി സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റും IFS കോഡുള്ള 2 ചെക്കും അപേക്ഷയോടൊപ്പം വെക്കണമെന്നതാണ് ഹാജിമാരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. മുൻ വർഷങ്ങളിൽ ഇല്ലാത്ത വ്യവസ്ഥകൾ മുതിർന്ന ഉദ്യോഗസ്ഥർ ബോധപൂർവം ഉണ്ടാക്കിയതാണെന്നാണ് ആക്ഷേപം. ഹജ്ജ് കമ്മിറ്റി മുഖേന 1,10,000 പേർക്കാണ് അവസരം ലഭിക്കുക. ഇതിനാകട്ടെ 3 ലക്ഷത്തോളം അപേക്ഷകരുമുണ്ടാവും. കേരളത്തിന് അനുവദിച്ച ക്വാട്ട 7,000-ൽ താഴെയാണ്. 50,000-ൽ കൂടുതൽ അപേക്ഷകരുമുണ്ടാവും. 2 വർഷം മുമ്പ് വരെ 2 തരത്തിലായിരുന്നു അപേക്ഷാ രീതി. പ്രാഥമിക വിവരങ്ങളും ഫോട്ടോയും 200 രൂപയും അടച്ച് അപേക്ഷിക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർ മാത്രം പൂർണ്ണ രൂപത്തിലുള്ള അപേക്ഷ സമർപ്പിച്ചാൽ മതിയായിരുന്നു.
എന്നാൽ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ പൂർണ്ണരൂപത്തിലുള്ള അപേക്ഷ സമർപ്പിക്കണം. അതും മുൻ വർഷങ്ങളിലില്ലാത്ത നിബന്ധനകളോടെ. നേരത്തെ ഹജ്ജ് നിർവഹിച്ചിട്ടില്ലെന്ന സാക്ഷ്യപത്രം കഴിഞ്ഞ വർഷങ്ങളിൽ അപേക്ഷകൻ മാത്രം ഒപ്പിട്ട് നൽകിയാൽ മതിയായിരുന്നു. ഇത്തവണ നോട്ടറി സാക്ഷ്യപ്പെടുത്തി സമർപ്പിക്കണമെന്നാണ് വ്യവസ്ഥ. പ്രായം ചെന്ന ഹജ്ജ് അപേക്ഷകർ നോട്ടറിയെ തേടി നഗരങ്ങളിൽ എത്തേണ്ട അവസ്ഥയാണുള്ളത്. സ്റ്റാമ്പ് പേപ്പറിൽ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റിൽ ഫീസ് വാങ്ങി മേലൊപ്പ് വെക്കുക മാത്രമാണ് നോട്ടറിക്ക് ചെയ്യാനുള്ളത്. ചുരുക്കത്തിൽ അപേക്ഷകർക്ക് ശാരീരിക സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാവുക എന്നല്ലാതെ മറ്റ് നേട്ടങ്ങളൊന്നുമില്ല. ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ടവർ യാത്ര ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ പണം തിരിച്ചു നൽകാനാണ് IFS കോഡുള്ള ചെക്ക് ആവശ്യപ്പെടുന്നതെന്നാണ് വിശദീകരണം. എങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ മാത്രം ചെക്ക് നൽകിയാൽ പോരെയെന്നും മുഴുവൻ അപേക്ഷകരെയും എന്തിനാണ് ബാങ്ക് അക്കൗണ്ട് എടുപ്പിക്കുന്നതെന്നും ചോദ്യമുയരുന്നു. പുതിയ നിബന്ധനകൾ എങ്ങനെ കടന്നുകൂടിയെന്ന് അറിയില്ലെന്നും ബന്ധപ്പെട്ടവരുമായി സംസാരിച്ച് പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മെമ്പർ ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. ഹജ്ജിന് അപേക്ഷിക്കാൻ പാസ്പോർട്ട് നിർബന്ധമാണെന്നിരിക്കെ അപേക്ഷകർക്ക് പെട്ടെന്ന് പാസ്പോർട്ട് ലഭ്യമാക്കാൻ പ്രത്യേക അദാലത്ത് സംഘടിപ്പിക്കണമെന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി മെമ്പർ ET മുഹമ്മദ് ബഷീർ MP ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യമന്ത്രി സൽമാൻ ഖുർഷിദ്, സഹമന്ത്രി E അഹമ്മദ് എന്നിവരെ ഉണർത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട്, മലപ്പുറം പാസ്പോർട്ട് ഓഫീസുകളിൽ അപേക്ഷകരുടെ ആധിക്യം കാരണം പാസ്പോർട്ട് ലഭിക്കാൻ മാസങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണുള്ളത്. പോലീസ് ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളെ പങ്കെടുപ്പിച്ച് ഹജ്ജ് അപേക്ഷകർക്ക് മാത്രമായി അദാലത്ത് നടത്തിയാൽ ഹാജിമാർക്ക് പാസ്പോർട്ട് എളുപ്പമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വീരപ്പന്റെ 4 കൂട്ടാളികളുടെ ദയാഹർജി രാഷ്ട്രപതി പ്രണബ് മുഖർജി തള്ളി. 26 പോലീസുകാരെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കർണാടകയിലെ ബെൽഗാം ജയിലിൽ കഴിയുന്ന മാത്തയ്യൻ, പിലവേന്ദ്രൻ, ജ്ഞാനപ്രകാശം, സൈമൺ എന്നിവരുടെ ദയാഹർജിയാണ് രാഷ്ട്രപതി ഫെബ്രുവരി 11 നിരസിച്ചത്. ദയാഹർജി നിരസിച്ചതായി ബെൽഗാം ജയിൽ അധികൃതർ ബന്ധുക്കളെ അറിയിച്ചതായി ഇവരുടെ അഭിഭാഷകനും PUCL തമിഴ്നാട് ഘടകം ജനറൽ സെക്രട്ടറിയുമായ ബാലുമുരുകൻ ചെന്നൈയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അഫ്സൽ ഗുരുവിന്റെ ദയാഹർജി രാഷ്ട്രപതി നിരസിച്ച് 6 ദിവസത്തിനകം വധശിക്ഷ നടപ്പാക്കിയ സാഹചര്യത്തിൽ വീരപ്പന്റെ 4 കൂട്ടാളികളെയും ബെൽഗാം ജയിലിൽ ഏതാനും ദിവസത്തിനകം തൂക്കിലേറ്റുമെന്ന് സൂചനയുണ്ട്. എന്നാൽ ദയാഹർജി തള്ളിയതു സംബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ആധികാരിക ഉത്തരവ് ലഭിച്ച ശേഷമേ വധശിക്ഷ നടപ്പാക്കുന്ന കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുകയുള്ളൂവെന്ന് കർണാടക DGP അറിയിച്ചു. 90കളിൽ തമിഴ്നാട്, കർണാടക വനങ്ങളിൽ ചന്ദനമോഷണവും ആക്രമണവും നടത്തിവന്ന വീരപ്പനെ 2004 പ്രത്യേക ദൌത്യസേന വെടിവെച്ചു കൊല്ലുകയായിരുന്നു. 1991 കർണാടകയിലെ രാമപുരം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് 4 പോലീസുകാരെ വധിച്ചതിനും 93 പാലാർ വനത്തിൽ കുഴിബോംബ് സ്ഫോടനത്തിലൂടെ 22 പോലീസുകാരെ കൊലപ്പെടുത്തിയതിനുമാണ് വീരപ്പന്റെ അനുയായികളായ മാത്തയ്യൻ, പിലവേന്ദ്രൻ, സൈമൺ, ജ്ഞാനശെൽവം എന്നിവർക്കെതിരെ കേസെടുത്തത്. മൈസൂർ ടാഡ കോടതി ഇവർക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചതിനെ തുടർന്ന് 4 പേരെയും ബെൽഗാം ജയിലിൽ അടക്കുകയായിരുന്നു. എന്നാൽ ഇവർക്ക് നൽകിയ ജീവപര്യന്തം തടവ് ശിക്ഷ പോരെന്ന് ചൂണ്ടിക്കാട്ടി കർണാടക സർക്കാർ അപ്പീൽ നൽകിയതിനെ തുടർന്ന് സുപ്രീം കോടതിയാണ് 2004 ജനുവരിയിൽ 4 പേർക്കും വധശിക്ഷ വിധിച്ചത്. ഗൾഫ് വാർത്തകൾ. അടുത്ത ഹജ്ജ് വേളയിൽ മെട്രോ ട്രെയിൻ സർവീസ് കുറ്റമറ്റതാക്കാൻ ആലോചന. ഇക്കഴിഞ്ഞ ഹജ്ജ് വേളയിൽ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തിരക്കും ട്രെയിൻ വൈകലും ആവർത്തിക്കാതിരിക്കാനാണിത്. ഹജ്ജ് മന്ത്രാലയവും അനുബന്ധ വകുപ്പുകളും ഇക്കാര്യം പഠിച്ചുവരികയാണ്. മെട്രോ സർവീസ് രംഗത്ത് ഇക്കഴിഞ്ഞ വർഷം നടപ്പാക്കിയ പ്രവർത്തന പദ്ധതിയിൽ ചില മാറ്റങ്ങളുണ്ടായേക്കുമെന്ന് സൂചനകളുണ്ട്. ജംറകളിലേക്ക് സമയബന്ധിതമായി തീർത്ഥാടകരെ എത്തിക്കുന്നതുപോലെ തമ്പുകളിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് തീർത്ഥാടകരെ എത്തിക്കാനാണ് പരിപാടി. ഓരോ മുത്തവീഫും തീർത്ഥാടകരെ നിശ്ചിത സമയത്തിനുള്ളിൽ സ്റ്റേഷനിൽ എത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. യാത്രക്കിടയിൽ തീർത്ഥാടകരോടൊപ്പം മുത്തവീഫ് പ്രതിനിധികളുണ്ടായിരിക്കണം. മെട്രോ യാത്രക്കാർക്ക് മഷായിറിലെ 3 റെയിൽവേ സ്റ്റേഷനുകൾക്കടുത്ത് തമ്പുകൾ ഏർപ്പെടുത്തുക, മറ്റ് ചില രാജ്യങ്ങളിലെ തീർത്ഥാടകർക്ക് കൂടി മെട്രോ സേവനം ലഭ്യമാക്കുക, ചില രാജ്യങ്ങളിലെ നിലവിലെ മെട്രോ യാത്രക്കാരുടെ എണ്ണം കുറക്കുക തുടങ്ങിയ മാറ്റങ്ങൾ ഏർപ്പെടുത്താനാണ് ആലോചന. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കാരുണ്യഗേഹമേ, കനിവിന്റെ തീരമേ, കതിർ കത്തും താരമേ, കണ്ണഞ്ചും ഗാത്രമേ, കൽഹാരഗന്ധമേ. കാരുണ്യഗേഹമേ, കനിവിന്റെ തീരമേ, കതിർ കത്തും താരമേ, കണ്ണഞ്ചും ഗാത്രമേ, കൽഹാരഗന്ധമേ. നബിയേ സലാം, നബിയേ സലാം, നബിയേ അലൈക്കസ്സലാം. നബിയേ സലാം, നബിയേ സലാം, നബിയേ അലൈക്കസ്സലാം. നബിയേ, നബിയേ, യാ നബിയേ, യാ നബിയേ.
ആ മകൾ നാമം ഉരുവിടുന്നുകിൽ നിർമ്മലദാനം നൽകിടുന്നു ആ മകൾ നാമം ഉരുവിടുന്നുകിൽ നിർമ്മലദാനം വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. കുന്നുകര അഹന ഓഡിറ്റോറിയത്തിൽ നടന്ന സുന്നി മുജാഹിദ് സക്കരിയ ഗ്രൂപ്പ് സംവാദ വ്യവസ്ഥയിൽ സംവാദത്തിന് തയ്യാറാകാതെ മുജാഹിദുകൾ ഒഴിഞ്ഞു. ഈയിടെയായി മുജാഹിദുകളുടെ ഉറക്കം കെടുത്തിയ യാ ഇബാദുള്ള എന്ന ഹദീസായിരുന്നു സംവാദ വിഷയം. പ്രസ്തുത ഹദീസിൽ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസയില്ലെന്ന് മുജാഹിദ് പക്ഷം വാദിച്ചപ്പോൾ പ്രസ്തുത ഹദീസിന്റെ ആശയത്തിൽ ശിർക്കില്ലെന്ന സക്കരിയ ഗ്രൂപ്പിന്റെ വാദത്തോടെ തന്നെ നാളിതുവരെയുള്ള മുജാഹിദുകളുടെ തൗഹീദ് പൊളിഞ്ഞുവെന്നും തർക്കത്തിലുള്ള ഇസ്തിഗാസയില്ലെന്ന മുജാഹിദ് വാദം അബദ്ധമാണെന്നും സുന്നിപക്ഷം വാദിച്ചു. ജിന്നിനോടുള്ള പ്രാർത്ഥന ശിർക്കാണെന്ന് തുറന്നു സമ്മതിക്കാനാകാതെ പരുങ്ങിയ മൗലവിമാർ മരണപ്പെട്ടുപോയ മഹാന്മാരെ പ്രസ്തുത ഹദീസിന്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള വ്യഥാശ്രമവും നടത്തി. സംവാദം നടക്കരുതെന്ന കാർക്കശ്യത്തോടെ തുടക്കം മുതലേ ഒഴിഞ്ഞുമാറാൻ ശ്രമിച്ച മൗലവിമാർക്ക് മുമ്പിൽ സുന്നി പണ്ഡിതർ അങ്ങേയറ്റം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായെങ്കിലും ജിന്നുബാധ പേടിച്ച് മൗലവിമാർ അവസാന നിമിഷം പൂർണ്ണമായും കുതറിമാറുകയായിരുന്നു. ഇമാമിങ്ങൾ ശിർക്ക് ചെയ്യുകയില്ലെന്ന സക്കരിയാക്കളുടെ വാദം അവർക്ക് തന്നെ വിനയായി. ഇസ്തിഗാസ ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നിരവധി മഹാന്മാരുടെ സംഭവങ്ങൾ പ്രാമാണിക ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ച് സുന്നിപക്ഷം സമർത്ഥിക്കുക കൂടി ചെയ്തപ്പോൾ മുജാഹിദ് പക്ഷം ശരിക്കും വിയർത്തു. സുന്നിപക്ഷത്തെ പ്രതിനിധാനം ചെയ്ത് നൌഷാദ് ഹസനി ഒതുക്കുങ്ങൽ, വഹാബ് സഖാഫി മമ്പാട്, ഫൈസൽ ഹസനി രണ്ടത്താണി, അബ്ദുൽ ഖാദർ ഹസനി ചാപ്പനങ്ങാടി, സാഹിദ് ഹസനി, അബ്ദുൽ ജബ്ബാർ സഖാഫി പഴക്കാപ്പള്ളി തുടങ്ങി 15 പേരും മുജാഹിദ് പക്ഷത്തെ പ്രതിനിധാനം ചെയ്ത് നൂറുദ്ദീൻ ലബ്ബ മൗലവി, ഷമീർ മദനി, ത്വാഹ മൗലവി, സൽമാനുൽ ഫാരിസ് മൗലവി, ഇബ്രാഹിം മൗലവി, അബ്ദുൽ ജലീൽ ചാലക്കൽ തുടങ്ങി 15 പേരും സംബന്ധിച്ചു. മുഹമ്മദ് രാമന്തള്ളി, ശംസുദ്ദീൻ ആലുവ എന്നിവർ ഇരുപക്ഷത്തെയും മധ്യസ്ഥരായിരുന്നു. മഹല്ലുകളിലെ പ്രബോധന വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് ദിശാബോധം നൽകാനും തിന്മകൾക്കെതിരെ ശക്തമായ ഇടപെടലിനും നേതൃത്വത്തെ സജ്ജമാക്കാൻ സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന എക്സലൻഷ്യ 2013 ദ്വിദിന സംസ്ഥാന ക്യാമ്പ് നാളെ തുടങ്ങും. വൈകിട്ട് 7 മണിക്ക് മമ്പുറം മക്കാമിലെ കൂട്ടസിയാറത്തിന് സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂർ നേതൃത്വം നൽകും. സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ അധ്യക്ഷതയിൽ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ലീഡർ, സമൂഹവും കാഴ്ചപ്പാടും എന്ന വിഷയം മലപ്പുറം വിജയബേരി പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ ടി സാലിം അവതരിപ്പിക്കും. 16-ന് സുബ്ഹി നിസ്കാരാനന്തരം തസ്കിയത്തുൻ നഫ്സ് നടക്കും. ലീഡർഷിപ്പ് ക്വാളിറ്റി ഡോക്ടർ അബ്ദുൽ അസീസ് പേരാമ്പ്രയും ലീഡറും ആദർശവും സെഷനിൽ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമിയും ക്ലാസ് എടുക്കും. ഡോക്ടർ എം അബ്ദുൽ അസീസ് ഫൈസി, സയ്യിദ് സീനുൽ ആബിദീൻ ബാഫഖി, സയ്യിദ് ഷറഫുദ്ദീൻ ജമലുലേലി, സയ്യിദ് PMS തങ്ങൾ, പ്രൊഫസർ AK അബ്ദുൽ ഹമീദ്, പ്രൊഫസർ KM റഹീം, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി തുടങ്ങിയവർ സെഷനുകൾക്ക് നേതൃത്വം നൽകും. SSF സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിൽ മലപ്പുറം ഇരിങ്ങല്ലൂർ മജ്മഅ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന വിസ്ഡം സിവിൽ സർവീസ് അക്കാദമിയുടെ 4ാമത് ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഈ വർഷം +2 പഠിക്കുന്ന മുസ്ലിം ആൺകുട്ടികൾക്ക് 3 വർഷത്തെ കോഴ്സിനും ഡിഗ്രി പാസ്സായവർക്കും അവസാന വർഷ വിദ്യാർത്ഥികൾക്കും 1 വർഷത്തെ കോഴ്സിനും അപേക്ഷിക്കാം. www.wisdomcsa.in എന്ന സൈറ്റിൽ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. കേരളത്തിൽ കാസർഗോഡ്, കണ്ണൂർ, കൽപ്പറ്റ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, കായംകുളം, തിരുവനന്തപുരം എന്നീ കേന്ദ്രങ്ങളിൽ 2013 ഏപ്രിൽ 14 ഞായറിന് പരീക്ഷ നടക്കും. ഗൾഫ് മലയാളികളായ വിദ്യാർത്ഥികൾക്കും കേരളത്തിലെ സെന്ററിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. ബായാർ മുജമ്മുഅ് സഖാഫത്തി സുന്നിയയിൽ മാസാന്ത സ്വലാത്ത് മജ്ലിസ് നാളെ നടക്കും. സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ SMA സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി സംബന്ധിക്കും. രാത്രി 7 മണിക്ക് നടക്കുന്ന സ്വലാത്ത് മജ്ലിസിന് സയ്യിദ് അബ്ദുറഹ്മാൻ ഇമ്പിച്ചിക്കോയ അൽ ബുഖാരി നേതൃത്വം നൽകും. റഫീഖ് സൈദി ദേലമ്പാടി ഉദ്ബോധനം നടത്തും. സമാപന കൂട്ടുപ്രാർത്ഥനയ്ക്ക് ഖലീൽ തങ്ങൾ നേതൃത്വം നൽകും. BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, C അബ്ദുള്ള മുസ്ലിയാർ പള്ളങ്കോട്, അബ്ദുൽ ഖാദർ മദനി, ബായാർ അബ്ദുള്ള മുസ്ലിയാർ, ഇബ്രാഹിം ഫൈസി കന്യാന, കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സൈദി തുടങ്ങിയ പ്രമുഖ സയ്യിദരും പണ്ഡിതരും സംബന്ധിക്കും. ഇന്ന് നടത്താനിരുന്ന ജാമിയത്തുൽ ഹിന്ദ് അൽ ഇസ്ലാമിയ ദഅവ കോളേജ് മാനേജ്മെന്റ് മീറ്റിംഗ് ഈ മാസം 16 ശനിയാഴ്ചയിലേക്ക് മാറ്റിയതായി കോഴിക്കോട് ജാമിയത്തുൽ ഹിന്ദിൽ നിന്നും ഭാരവാഹികൾ അറിയിച്ചു. മടവൂർ CM സെന്ററിൽ നടത്തി വരാറുള്ള ദ്വൈമാസ ദിക്ർ ഹൽക്കയും ജീലാനി അനുസ്മരണത്തോടനുബന്ധിച്ച് നടക്കുന്ന മുഹീദ്ദീൻമാല ആലാപനവും നാളെ വൈകുന്നേരം 7 മണിക്ക് നടക്കും. സയ്യിദ് ഹുസൈൻ ഹൈദ്രോസ് തങ്ങൾ ലക്ഷദ്വീപ്, സയ്യിദ് സക്കരിയ സഖാഫി വൈലത്തൂർ, കാപ്പാട് ഉമർ മുസ്ലിയർ, മറ്റ് പ്രമുഖ പണ്ഡിതർ സംബന്ധിക്കും.
സമസ്ത കേരള സുന്നി യുവജന സംഘം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് നാളെ വൈകുന്നേരം 6 മണിക്ക് ജില്ലാ ഓഫീസിൽ ചേരുമെന്ന് ജില്ലാ ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം അറിയിച്ചു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് മാവൂർ പാറമ്മൽ അബ്ദുള്ള മാസ്റ്ററെ SSF മാവൂർ സെക്ടർ കമ്മിറ്റി ആദരിച്ചു. പാറമ്മൽ മുബാറക് മസ്ജിദിൽ നടന്ന ചടങ്ങിൽ സ്വാലിഹ് തുറാബ് തങ്ങൾ, PTC മുഹമ്മദ് അലി മാസ്റ്റർ, SSF സംസ്ഥാന സെക്രട്ടറി കലാം മാസ്റ്റർ തുടങ്ങിയവർ ഷാളണിയിച്ച് ആദരിച്ചു. SSF കുന്നമംഗലം ഡിവിഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പദ്ധതികൾക്കുള്ള ട്രെയിനർമാർക്കുള്ള പരിശീലന ക്യാമ്പ് ഇന്ന് കൊടിയത്തൂർ തെർബിയത്ത് ആർട്സ് കോളേജിൽ നടക്കും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ അബ്ദുൽ ഖാദർ കരുവഞ്ചാൽ പരിശീലനത്തിന് നേതൃത്വം നൽകും. ഉസ്മാൻ സഖാഫി മാവൂർ, ഇബ്രാഹിം സഖാഫി താത്തൂർ പ്രസംഗിക്കും. മുരിങ്ങാമ്പുറായി മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 1 കോടി സ്വലാത്ത് സമർപ്പണത്തിന്റെ ഭാഗമായി പഞ്ചദിന മതപ്രഭാഷണ പരിപാടിക്ക് തുടക്കമായി. CM നഗറിൽ നടന്ന പരിപാടി അബ്ദുറഹീം സഖാഫി അരീക്കോട് ഉദ്ഘാടനം ചെയ്തു. KT ത്വാഹിർ സഖാഫി മഞ്ചേരി പ്രഭാഷണം നടത്തി. O മുഹമ്മദ് ഫസൽ സ്വാഗതം പറഞ്ഞു. ഇന്ന് വഹാബ് സഖാഫി മമ്പാട് LCD ക്ലിപ്പിംഗ് സഹിതം പ്രഭാഷണം നടത്തും. നാളെ ദേവ്രശോല അബ്ദുസലാം മുസ്ലിയാർ പ്രഭാഷണം നടത്തും. ശനിയാഴ്ച നടക്കുന്ന ദിക്ർദുആ സ്വലാത്ത് സമർപ്പണത്തിന് കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ, UK അബ്ദുൽ മജീദ് മുസ്ലിയാർ, ലുക്മാൻ തങ്ങൾ പയ്യനാട് തുടങ്ങിയവർ നേതൃത്വം നൽകും. പെരുമണ്ണ ടൗൺ സുന്നി ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ആരംഭിച്ച സ്വലാത്ത് വാർഷികം ഇന്ന് മഗ്രിബ് നിസ്കാരാനന്തരം സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നാരിയത്ത് സ്വലാത്ത് പ്രാർത്ഥനാ മജ്ലിസോടെ സമാപിക്കും. MM മുല്ലക്കോയ തങ്ങൾ, M അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ, VM കോയ മാസ്റ്റർ തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും. ഓമശ്ശേരി റേഞ്ച് സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ സംഘടിപ്പിക്കുന്ന മദ്ഹു റസൂൽ വാർഷിക പ്രഭാഷണം ഏപ്രിൽ 1 മുതൽ 4 വരെ പുത്തൂരിൽ നടക്കും. മർക്കസ് സഖാഫത്തി സുന്നിയ ജനറൽ മാനേജർ C മുഹമ്മദ് ഫൈസിയാണ് പ്രഭാഷകൻ. ഏപ്രിൽ 5-ന് അബ്ദുസമദ് അമാനിയുടെ ബുർദ മജ്ലിസും നയത്ത ഷെരീഫും നടക്കും. പരിപാടിയുടെ നടത്തിപ്പിന് സ്വാഗത സംഘം രൂപവൽക്കരിച്ചു. 3 ദിവസമായി എളങ്കൂർ ബിലാൽ മസ്ജിദിൽ നടന്നുവരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ 17ാം വാർഷിക സമാപന സമ്മേളനം ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് നടന്ന മൗലിദ് മജ്ലിസിൽ ഹബീബ് കോയത്തങ്ങൾ, അബ്ദു ഉസ്താദ്, ഇരുമ്പുഴി ഉസ്താദ് എന്നിവർ സംബന്ധിച്ചു. വൈകിട്ട് 3 മണിക്ക് ബുർദ മജ്ലിസിന് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. മഗ്രിബ് നിസ്കാരാനന്തരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മൗലാന ഹസരത്ത് മുഹമ്മദ് അലി മിസ്ബാഹി മുഖ്യാതിഥിയായിരിക്കും. എളങ്കൂർ സയ്യിദ് അബ്ദുൽ ഖാദർ ഹൈദുറുസ് മുത്തുക്കോയത്തങ്ങൾ പ്രാർത്ഥനാ സമ്മേളനത്തിന് നേതൃത്വം നൽകും. സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സൈനുൽ ആബിദീൻ ബാഫഖി മലേഷ്യ, അബ്ദുൽ ജബ്ബാർ അലി ശിഹാബ് തങ്ങൾ, E സുലൈമാൻ മുസ്ലിയാർ, മാത്തൂർ ഉസ്താദ്, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മഞ്ഞപ്പറ്റ ഹംസ മുസ്ലിയാർ തുടങ്ങി പ്രമുഖ സയ്യിദരും പണ്ഡിതരും പങ്കെടുക്കും. വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്നലെ ജലാലിയ റാത്തീബും ഷാദുലി റാത്തീബും നടന്നു. കുറ്റിപ്പുറം വടക്കേതല അലവിയ നഗരിലെ സ്വലാത്ത് 21ാം വാർഷികം ഇന്ന് തുടങ്ങും. വൈകുന്നേരം 7 മണിക്ക് കോട്ടൂർ കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ പ്രാർത്ഥനയോടെ തുടങ്ങുന്ന പരിപാടി ഷറഫുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്യും. നാളെ വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ മലേഷ്യ പ്രാർത്ഥന നടത്തും. തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ യൂസുഫുൽ ജിലാനി വലത്തൂർ, ഹനീഫ മുസ്ലിയാർ പുത്തനത്താണി, സയ്യിദ് ഷിഹാബുദ്ദീൻ അഹദൽ പുത്തനൂർ, അബൂബക്കർ അഹ്സനി തുടങ്ങിയവർ പ്രസംഗിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SMA സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന എക്സലൻഷ്യ 2013 സംസ്ഥാന ക്യാമ്പ് നാളെ തുടങ്ങും. ഈ വർഷത്തെ ഹജ്ജ് റിസർവ് കാറ്റഗറിയിലെ അപേക്ഷ സ്വീകരിക്കാൻ കരിപ്പൂരിൽ പ്രത്യേക കൗണ്ടർ. ഹജ്ജ് അപേക്ഷാ ഫോറത്തിൽ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി പുതുതായി ഏർപ്പെടുത്തിയ നിബന്ധനകൾ അപേക്ഷകർക്ക് പീഡനമാവുന്നു. കുന്നുകര സംവാദം മുജാഹിദ് സക്കരിയ ഗ്രൂപ്പ് ഒഴിഞ്ഞുമാറി. ഇറ്റാലിയൻ കമ്പനിയായ അഗസ്റ്റ വെസ്റ്റ്ലാൻഡുമായുള്ള VVIP ഹെലികോപ്റ്റർ കരാർ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചു. സഹകരണ ഭേദഗതി നിയമം നിയമസഭ പാസാക്കി. പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോൺഗ്രസ് അവഗണനയിൽ പ്രതിഷേധിച്ച് CMP സംസ്ഥാന സമിതി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കത്തയച്ചു. ശുക്കൂർ വധക്കേസിൽ നിർണായകരായ 2 സാക്ഷികൾ കൂറുമാറി. KMICയിൽ ഇനി ഒറ്റപ്പാലം മർക്കസിൽ നിന്നും സമ്മേളനത്തിന്റെ തത്സമയ പരിപാടികൾ ശ്രവിക്കാം. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും ചിത്രങ്ങളും KMIC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം KMIC newstime@gmail.com.
ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunniOnlineClass.com, www.sunniOnlineNews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.